ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ കൂടിയാണ്. അതോടുകൂടെ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ എഫേർട്ടും ഇപ്പോ ഹൗസിൽ കാണിക്കുന്നുണ്ട്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഫസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സീസൺ 7-ലെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷ് ആയിരുന്നു. അനീഷിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ആളാണ് നമ്മുടെ ഷാനവാസ് എന്നുള്ളതാണ് മറ്റു മത്സരാർത്ഥികൾ പറയുന്നത് കേൾക്കാനും അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ കഴിവുള്ള ഒരാൾ തന്നെയാണ് ഷാനവാസ്. അതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നോമിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ജിസേല് അനുമോളെ കുറിച്ച് പറയുമ്പോൾ അനുമോൾ തിരിച്ച് ഇങ്ങോട്ടും പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു മത്സരാർത്ഥികളും എണീറ്റ് നിൽക്കാതെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസ് എണീറ്റ് നിന്ന് ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ജിസേൽ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ജിസേൽ അപ്പൊ തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ ഈ നോമിനേഷൻ എന്റെ സമയമാണ്, ഞാൻ ഇത് പറയട്ടെ, താങ്കൾ അവിടെ ഇരിക്കൂ എന്ന് പറയുന്ന സമയത്തും ഷാനവാസ് വിട്ടുകൊടുക്കുന്നില്ല. എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്, ഞാൻ ക്യാപ്റ്റൻ ആണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നല്ല നട്ടെല്ലോട് കൂടെ എല്ലാ കാര്യങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കാനും ഒക്കെ കഴിവുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ്. ആ ഒരു എപ്പിസോഡിന് താഴെ പ്രേക്ഷകരിട്ട കമന്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ അനുമോൾ അടുത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ അനുമോൾ കരയുന്ന സമയത്ത് അനുമോളുടെ അടുത്ത് വന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കരഞ്ഞു തീർക്കാനുള്ളതല്ല, ഇതൊരു ഗെയിമാണ്, എപ്പോഴും നമ്മൾ ചങ്കുറപ്പോടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഷാനവാസ് കൊടുക്കുന്നുണ്ട്.